നമസ്കാരം, ഞാൻ അശോകൻ. ഏവർക്കും എൻ്റെ പട്ടണക്കാടേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്ന, വീടുകളിൽ രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും കൊടുത്തുതരാൻ, പെട്ടെന്ന് വീട്ടിലെ അമ്മമാർക്ക് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഞാനതിൻ്റെ ചേരുവകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് പരിചയപ്പെടുത്തരാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തൈരുണ്ട്, കുറച്ച് പച്ചമുളകുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, ചെറിയ ഉള്ളി എടുത്തുകൊണ്ട്, കുറച്ച് വറമുളക് പൊട്ടിച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചെടുക്കാനുള്ളതാണ്, തേങ്ങയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ. ഇത്ര സാധനം വെച്ചിട്ടാണ്. ഇനി കടുകും ഉപ്പും മാത്രമേ പിന്നെ വരെയുള്ളൂ. ഇത്രയും വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ജീരകം ഉണ്ടാവും, അത് അരക്കുന്ന കൂട്ടത്തിൽ ചേർക്കാനുള്ളതാണ്. അത് വെച്ചിട്ട് പച്ചടി ചെയ്യണം. വറയ്ക്ക് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ വറയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കഴിഞ്ഞ് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കൊടുക്കുകയാണ്. ഇനി കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഉതിർത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് മതി. ഒപ്പം കുറച്ച് വറമുളകും ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറമുളകുണ്ട്. അത് വട്ടം മുറിച്ചതാണ്. പച്ചടിക്കത് അത്യാവശ്യമാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പറയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റ്റൂട്ട് നന്നായിട്ട് വാടി വരണം. ബീറ്റ്റൂട്ട് ഏകദേശം നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഇതിന് ജീരകം ചേർത്തരച്ച തേങ്ങ ഉണ്ട്. ആ തേങ്ങ ഇതിലത്തൊക്കെ ചേർത്ത് കൊടുക്കാൻ പോയി. തേങ്ങ തന്നെ അരച്ച ആ വെള്ളം തന്നെ കുറച്ചിട്ടുണ്ട്. അതുകൂടി കുറച്ച് ചേർത്തല്ലേ വഴങ്ങി കിട്ടുള്ളൂ. കുറച്ചുകൂടി ലൂസാകാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ പച്ചടിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർത്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് ശകലം പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം കുഴപ്പമില്ല. കൂടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനാണ് ബുദ്ധിമുട്ട്. കുറഞ്ഞു പോയാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യമായ തൈര് ഒഴിച്ചു കൊടുക്കണം. പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെതായ ഒരു സ്റ്റൈലിൽ കുറച്ച് ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടി ഒരു എക്സ്ട്രാ വറ കൂടി കൊടുത്ത് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, അതിൻ്റെതായ ഒരു രുചിയും ഉണ്ടാകും. അത് ഞാൻ ചെയ്യണം. കുറച്ച് കടുകിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിരിക്കുകയാണ്. അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. മറ്റേ അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഒപ്പം ഒരു ലൈക്കും ഷെയറും പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും അതും ചെയ്യണം. ചെയ്ത് ആ സൈഡിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം.